അങ്ങനെ നമ്മുടെ നിധിനെ സുഭാഷേട്ടൻ ഹോസ്റ്റലിലേക്ക് ആക്കാൻ വരുന്നുണ്ട്. എന്നിട്ട് ഫോമൊക്കെ പൂരിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹോസ്റ്റലിലെ വാർഡൻ പറയുന്നുണ്ട്, കുറച്ചും കൂടി പൈസ അടയ്ക്കാനുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, ഞാൻ അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ അടച്ചോളാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുഭാഷേട്ടൻ സമ്മതിക്കില്ല. അയാൾ മുഴുവനും അടച്ചിട്ട് എന്നോട് പറഞ്ഞാൽ പോരെ മോളെ, എനിക്ക് പൈസയുടെ ആവശ്യം ഉണ്ടെങ്കിൽ നീ എന്തിനാ അങ്ങനെ എന്നോട് പറയാൻ മടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മുഴുവൻ ഹോസ്റ്റലിലെ പൈസ അടയ്ക്കുന്നുണ്ട്. പിന്നെ കുറേ പൈസ അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇത് നീ ചിലവിന് വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും നമ്മുടെ സുഭാഷേട്ടൻ വല്ലാതെ വിഷമിച്ചിട്ടും കരഞ്ഞിട്ടാണ് പോണത്. നിധിക്കും സഹിക്കാൻ പറ്റുന്നില്ല. നിധി ഒരുപാട് കരഞ്ഞിട്ട് മേലെ പോയി കടന്നുറങ്ങുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ സുധീഷ് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ സുഭാഷേട്ടൻ അവളെ കൂട്ടിയിട്ട് വരുന്ന സമയത്ത് ശരിക്കും നിധി വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, അവളെങ്ങനെയാണ് വരിക, അവളുടെ ആവശ്യമല്ലല്ലോ ഇവിടെ നിൽക്കേണ്ടത്, നമ്മുടെ ആവശ്യമല്ലായിരുന്നു. പക്ഷെ അത് നീ മുഴുവൻ തകർത്തില്ലേ, നീ അവളോട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ആ സമയത്ത് നമ്മുടെ സുധീഷ് ഒരുപാട് കരഞ്ഞ് പറയേണ്ടി, ഏട്ടാ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായി, എന്തുകൊണ്ട് അവൾ എന്നെ മനസ്സിലാക്കാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷേട്ടനാണെങ്കിൽ ഒന്നും പറയാതെ നിവൃത്തിയില്ല, അത് മുണ്ടാതെ പോയി കിടക്കുന്നുണ്ട്. എന്തായാലും കിടക്കുന്ന സമയത്ത് നമ്മുടെ നികേഷ് ആണെങ്കിൽ ഒരുപാട് വിഷമിച്ച് കരയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നികേഷിനോട് നമ്മുടെ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങൾ മാത്രം ആലോചിക്കരുത്, നമുക്ക് ഒന്നുമില്ലെങ്കിൽ നീ ഇത്ര വലിയ കുട്ടിയായില്ലേ, ഇനി നിനക്ക് എല്ലാം മനസ്സിലാക്കേണ്ട പ്രായമായില്ലേ, നീ ഒന്നിനും വേണ്ടി വാശി പിടിക്കരുത്, അവൾ അവളുടെ സന്തോഷത്തിന് വേണ്ടി പോയതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നികേഷിനാണെങ്കിൽ വല്ലാതെ വിഷമിച്ച് കരി തന്നെയാണ്. എന്തായാലും നികേഷ് കടന്ന് ഉറങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം നമ്മുടെ സുധീഷിനാണെങ്കിൽ മനസ്സ് ഒരിട്ടും സഹിക്കാൻ പറ്റാതെ നിധിയുടെ ഹോസ്റ്റലിൽ പോയിട്ട് ഒരുപാട് സോറി പറയാനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ നിധി ആണെങ്കിൽ ഒന്നിനും വഴങ്ങണില്ല. പിന്നെ എന്തായാലും നമ്മുടെ ഭാസ്കരൻ പോകുന്നുണ്ട്. ഭാസ്കരൻ പോയിട്ട് നമ്മുടെ നിധിയോട് പറയുന്നുണ്ട്, അവ അങ്ങനെ പെരുമാറിയതിൻ്റെയൊക്കെ കാരണം ഞാനാണ്, നീ മോളെ തിരിച്ച് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിധിക്ക് അപ്പോഴും മനസ്സില്ല വരാൻ വേണ്ടിയിട്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നികേഷിന് പനി പിടിക്കുന്നുണ്ട്. പനി പിടിച്ചിട്ട് എന്തായാലും നമ്മുടെ നിധി കാണാൻ വരുന്നുണ്ട്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.